സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലർ സർക്കാർ പോര് തുടരുന്നു. പരീക്ഷാ കൺട്രോളറുടെ കാലാവധി നീട്ടാൻ സ്വന്തം നിലയ്ക്ക് സർക്കാരിന് VC ശുപാർശ നൽകി. VCയോട് സിൻഡിക്കേറ്റ് വഴി വരാനാണ് സർക്കാരിന്റെ മറുപടി. VCയുടെ ഇടപെടൽ നിയമപരമല്ല എന്നും സർക്കാർ മറുപടിയിൽ പറയുന്നു. പരീക്ഷാ കൺട്രോളറുടെ കാലാവധി കഴിഞ്ഞ യോഗത്തിൽ സിൻഡിക്കേറ്റ് നീട്ടിയിരുന്നു. ഗോപാൽ ഷീല സനൽ ചേരുന്നുണ്ട്. ഗോപാൽ, ഈ VCയുടെ പിടിവാശിയാണോ ഈ പരീക്ഷാ നടത്തിപ്പിന് പോലും ആളില്ലാത്ത അവസ്ഥയിലേക്ക് സാങ്കേതിക സർവകലാശാലയെ എത്തിച്ചിരിക്കുന്നത്? ഇതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം എന്താണ്? മറ്റു വിവരങ്ങൾ? ആരുടെ പിടിവാശിയാണെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇന്നു മുതൽ സർവകലാശാലയിൽ പരീക്ഷാ കൺട്രോളറുടെ കസേര ഒഴിഞ്ഞുകിടക്കുകയാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന എഞ്ചിനീയറിംഗ് മേഖലകളുടെ പൂർണ്ണമായ പരീക്ഷ നടത്തിപ്പുകളും കൈകാര്യം ചെയ്യുന്ന സർവകലാശാലയിലാണ് ഇത്തരത്തിൽ സുപ്രധാന ചുമതല വഹിക്കേണ്ട പരീക്ഷാ കൺട്രോളറുടെ കസേര ഒഴിഞ്ഞുകിടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 16-ാം തീയതി ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ മുതലാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. യോഗത്തിൽ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിൽ യോഗം പിരിച്ചുവിട്ടതായി അറിയിച്ചുകൊണ്ട് വൈസ് ചാൻസലർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. തുടർന്ന് സിൻഡിക്കേറ്റ് സ്വന്തം നിലയ്ക്ക് ഒരു താൽക്കാലിക അധ്യക്ഷനെ വെച്ച് ഈ സിൻഡിക്കേറ്റ് യോഗം മുന്നോട്ട് കൊണ്ടുപോവുകയും പല സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. ആ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഈ പരീക്ഷാ കൺട്രോളറായ ഡോക്ടർ അനന്തരശ്മിയുടെ കാലാവധി നീട്ടി നൽകുന്ന തീരുമാനം. ഈ തീരുമാനം പിന്നീട് വൈസ് ചാൻസലർ തന്നെ റദ്ദാക്കുകയും ചെയ്തു. വൈസ് ചാൻസലർ അറിയിച്ചത് അന്ന് ചേർന്നത് അനധികൃത യോഗമാണെന്നും ആ യോഗത്തിൽ ചേർന്ന അല്ലെങ്കിൽ ആ യോഗത്തിലെടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും താൻ റദ്ദാക്കുകയാണെന്നും കാണിച്ചുകൊണ്ടാണ് വൈസ് ചാൻസലർ സ്വന്തം നിലയ്ക്ക് ഉത്തരവിട്ടിരിക്കുന്നത്. അതിനുശേഷം സിൻഡിക്കേറ്റ് എന്ത് തീരുമാനമാണോ അന്ന് എടുത്തത് അതേ തീരുമാനം തന്നെ തൻ്റെ സ്വന്തം നിലയ്ക്ക് തനിക്ക് വിവേചനാധികാരം ഉണ്ട് എന്ന അർത്ഥത്തിൽ വൈസ് ചാൻസലർ സർക്കാരിന് ശുപാർശയായി നൽകി. അതായത് ആ ശുപാർശയിൽ പോലും ഈ കാര്യം പറയുന്നുണ്ട്. ഇത്തരത്തിൽ 16-ാം തീയതി ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ തീരുമാനം എടുത്തിരുന്നു. എന്നാൽ യോഗം അനധികൃതമായതിനാൽ താൻ ആ യോഗത്തിലെ തീരുമാനങ്ങൾ നള്ളിഫൈ ചെയ്യുകയും പിന്നീട് സ്വന്തം നിലയ്ക്ക് ഇത്തരത്തിൽ ഇന്നയാൾക്ക് കാലാവധി നീട്ടി നൽകണം എന്ന ശുപാർശ നൽകുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ശുപാർശ നൽകിയിരിക്കുന്നത്. സർവകലാശാല ചട്ടത്തിലെ 14/5 എന്ന ക്ലോസ് പ്രകാരം ആ വ്യവസ്ഥ പ്രകാരമാണ് ഇത്തരത്തിലൊരു ശുപാർശ താൻ നൽകുന്നതെന്നും സർവകലാശാലയിൽ അടിയന്തര ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വൈസ് ചാൻസലർക്ക് തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് ശുപാർശ നൽകിയത്. എന്നാൽ ആ ശുപാർശയെ പൂർണ്ണമായും അവഗണിക്കുന്ന പൂർണ്ണമായും തള്ളുന്ന തരത്തിലേക്കാണ് ഇന്നലെ സർക്കാരിൻ്റെതായി വന്ന മറുപടിയിൽ അജണ്ടയിൽ ഉൾപ്പെട്ട വിഷയം അത് റദ്ദാക്കി വീണ്ടും VCയുടെ പ്രത്യേക അധികാരം ഉപയോഗിക്കുന്നത് അത് നിയമപരമാണോ? ഈ രണ്ടു കൂട്ടരും അവരുടേതായ നിയമവശങ്ങൾ പറയുന്നുണ്ട്. അതിൽ വൈസ് ചാൻസലർ പറയുന്നത് സർവകലാശാല സിൻഡിക്കേറ്റിന്റെ കൺവീനർ താനാണ്. താൻ യോഗം പിരിച്ചുവിട്ടു എന്നറിയിച്ചാൽ പിന്നീട് ആ യോഗത്തിന് സാധുതയില്ല. അത്തരത്തിൽ തൻ്റെ അഭാവത്തിൽ താൻ അറിയാതെ എടുത്ത തീരുമാനങ്ങൾ, താൻ ചുമതലപ്പെടുത്തിയ ആൾക്കാർ ഇല്ലാത്ത യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. കൺവീനർ ഇല്ലാത്ത സിൻഡിക്കേറ്റ് യോഗത്തിലെ ആ തീരുമാനങ്ങൾ ഒരു തരത്തിലും നിലനിൽക്കില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് അന്ന് വൈസ് ചാൻസലർ ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിന് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വാദം മറ്റൊന്നാണ്. അതായത് സർവകലാശാലകൾ മറ്റ് സർവകലാശാലകളെ പോലല്ല സാങ്കേതിക സർവകലാശാലയിലെ നിയമവശങ്ങൾ ഉള്ളത്. ഈ സാങ്കേതിക സർവകലാശാലയിൽ പ്രധാനപ്പെട്ട അതോറിറ്റി സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർ